ആസ് പെർ ദ സുപ്രീം കോർട്ട് ഓഫ് ലോ ദർ ഇസ് എ ക്ലിയർ ഗൈഡ് ലൈൻ ഹൗ ടു രജിസ്റ്റർ FIR. ഒരു കേസിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതിൽ പറയുന്നു ഒരു ഇൻഫോർമേഷൻ കിട്ടി. എന്താണ് ഞാൻ ഇൻഫോർമേഷൻ കൊടുത്തത്? ഈ വ്യക്തി പ്രകാരം എൻ്റെ കക്ഷിക്ക് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിമിന് മരണം ഉണ്ടായി, അങ്ങനെ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുത്തു. അത് കോഗ്നിസബിൾ ആണ്. അത് BNS 108 പ്രകാരം കുറ്റകരമാണ്. IT ആക്ടിലെ ചില കാര്യങ്ങളും ഒഫൻസ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറ്റമുണ്ട്. കുറ്റം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം FIR രജിസ്റ്റർ ചെയ്യണം. FIR രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കണം. ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുമ്പോൾ എന്തൊക്കെ നോക്കണം? അദ്ദേഹത്തിൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യണം. ഈ ലേഡിയുടെ മൊബൈലും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സീസ് ചെയ്യണം. ഇത് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് തെളിവുകൾ കണ്ടെത്തി കോടതിക്ക് ഹാജരാക്കി കുറ്റപത്രം സമർപ്പിച്ച് ട്രയൽ നടത്തണം. ഇതാണ് അതിൻ്റെ രീതി. ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാവാൻ പാകത്തിന് ഞാൻ ചോദിക്കുകയാണ്, എന്തൊക്കെ കുറ്റങ്ങളാണ് നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ആ പെൺകുട്ടിക്കെതിരെ ചുമത്താൻ പറ്റുന്നത്? നമുക്ക് ഇപ്പോൾ നിലവിൽ ആ പരാതി പ്രകാരം 108 അബറ്റ്മെൻറ്റ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒഫൻസ്. രണ്ടാമത് നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക പ്രചരിപ്പിച്ചു, സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. അത് IT ആക്ടിലെ ചില എനിക്ക് കൃത്യമായിട്ടുള്ള നോക്കണം. അതായത് IT ആക്ടിലെ തീർച്ചയായിട്ടും ചില ആക്ടുകളിൽ ചില ഒഫൻസുകൾ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ വേണമെങ്കിൽ ഡിഫമേഷനും അട്രാക്ട് ചെയ്യാം. ക്രിമിനൽ ഡിഫമേഷൻ വകുപ്പുകളൊക്കെ ചുമത്തുമ്പോൾ ആ പെൺകുട്ടിക്ക് കിട്ടാവുന്ന എന്താണ്? അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ്, അബറ്റ്മെൻറ്റാണ് മെയിൻ. അത് ചുമത്തിയാൽ 10 വർഷത്തിൽ അധികം ചുമത്തും.